പറിക്കരുത്. മുന്തിരി തോപ്പിന്റെ ഉള്ളിൽ ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് ആരോടും സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാം. ഓന് നമ്മൾ പെണ്ണ് അന്വേഷിക്കുന്നുണ്ട്. ഇതാണ് നമ്പർ 56 40 27 75. പിന്നെ അതുപോലെ തന്നെ പെൺകുട്ടികളും കുട്ടികളും ശക്തമായി നോക്കുകയാണ്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഗുഡ് മോർണിംഗ്. രാവിലെ 7 മണിയായിട്ടുള്ളൂ. ഞങ്ങളിന്നൊരു ഇൻട്രസ്റ്റേറ്റ് ട്രിപ്പ് പോകാൻ നിൽക്കുകയാണ്. ഇതാ അതും ഈ വണ്ടിയിൽ 6:30 ഇറങ്ങാമെന്ന് പറഞ്ഞാൽ നമ്മൾ, പിന്നെ അത് 7 മണിയാക്കി. ഇപ്പം എത്രയായി? 7:15. 15 മിനിറ്റ് ലേറ്റാണ് ഇവൻ ഗൈസ്. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമ്മൾ വയനാട് കൽപ്പറ്റയിൽ നിന്ന് നേരെ മുത്തങ്ങ വഴി ഗുണ്ടിൽപ്പെട്ട ബേഗൂരിലോട്ടാണ്. ഇന്നൊരു കിടിലൻ യാത്രയായിരിക്കും. ഓര കയറും. നമ്മളെ കൂടെ മൊത്തം 4 ഓരകളാണുള്ളത്. ഹായ്. ഇല്ല, ഒട്ടും വൈകിയില്ല. പെൻസിലിന്റെ സ്മെല്ലൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് ഇനി ശ്രീരാഗിനെ കൂട്ടണം. ശ്രീരാഗിനെ കൂട്ടിയിട്ട് നമുക്ക് ആദ്യം ചുണ്ടേ പോണം. ഈ താക്കോല് ഇത് ഡാഡിന്റെ ബസ്സിന്റെ താക്കോലാണ്. ഇത് നമ്മൾ ചുണ്ടേ കൊണ്ട് കൊടുക്കണം. സോ നമ്മൾ ആദ്യം ചുണ്ടേ പോയിട്ട് ഇത് കൊടുത്തിട്ട് വേണം. വീട് കൂട്ടാൻ എൻ്റെ അനിയനുണ്ട് അവിടെ. പുരയിൽ ആരുമില്ല, പറ്റില്ല, ഒന്നുമില്ല, ആരുമില്ല. സോ എനിക്ക് ഇന്നലെ കിട്ടിയ ഒരു പ്രമോഷൻ ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇന്നത്തെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഗുണ്ടിൽപ്പേട്ട പോവുക, ഫ്ലവർ കാണുക, മുന്തിരിത്തോട്ടം കാണുക, പിന്നെ ചായ കുടിക്കുക, ചോറ് തിന്നുക, ബേഗൂരിൽ പോയിട്ട് പ്രമോഷൻ ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. സോ ലെറ്റ്സ് ഗോ. പോണ വഴിക്ക് നിർമ്മലിനെ ശ്രീരാഗിനെ കൂട്ടിയിട്ട് പോകാം. ദിസ് ഈസ് നിർമ്മൽ, ദിസ് ഈസ് കുട്ടൂസൻ. ഓക്കെ. അപ്പോൾ നമ്മൾ ചുണ്ടയിൽ വന്നു, താക്കോല് ഏൽപ്പിച്ചു. ഈ വ്ളോഗ് എടുക്കാത്തതുകൊണ്ട് വ്ളോഗിൻ്റെ കാര്യം മറന്നു പോകണം. ആ താക്കോല് കൊടുക്കണേ വ്ളോഗ് എടുക്കാൻ മറന്നുപോയി. സാറല്ല, നമ്മൾ നേരെ കൽപ്പറ്റയിൽ പോകുന്നു, ശ്രീരാഗിനെ കൂട്ടുന്നു. 15-16 പറയുന്നുണ്ട്. സോ നമ്മളിപ്പം നമ്മളെ കൂട്ടത്തിലെ ഓറേനെ കൂട്ടാൻ വേണ്ടി വന്നൊക്കെയാണ്. നമ്മൾ ടൗൺഷിപ്പിലാണുള്ളത്, കൽപ്പറ്റ. അപ്പോൾ ഓൻ്റെ പോര ഏറ്റവും ലാസ്റ്റ് സോൺ 3 ഏറ്റവും ലാസ്റ്റത്തെ പോലെയാണ്. ഞങ്ങൾ ഫാമേഴ്സിൻ്റെ എന്തോ വീഡിയോ എടുക്കാനാണ് ശരിക്കും അവിടെ പോകുന്നത്. വെള്ള ഷൂ ഒക്കെ ഇട്ടിട്ടാണ് ഞാൻ ഇറങ്ങിയിട്ടുള്ളത്. ഓനും പിന്നെ ഓനും ഇവനല്ലേ ഇറങ്ങിന്ന് പറഞ്ഞ്. ഓൻ ഇറങ്ങൂലെന്ന് എനിക്കറിയാലോ. അമ്പട്ടക്കള്ളനാണ് അവൻ. ഇതാണ് ഞങ്ങളെ ടൗൺഷിപ്പ് ഗൈസ്. നല്ല സ്ഥലമാണ്. ആ ഗേറ്റാ ഞാൻ ഇന്നലെ കയറ്റിയതാ. ഇവിടെ ഉണ്ടാ ഓറേതാ വരുന്നത്. ഓറന്റെ അമ്മച്ചുണ്ട്. വെള്ള ഷൂ ഒക്കെ എടുത്തിട്ട് ഓറന്നെ കാണട്ടെ. ആ വാ 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 കേറ് 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 കേറ്. വെള്ള ഷൂ ഒന്ന് കാണിക്കോ? ആ വെള്ള ഷൂ. അപ്പൊ എല്ലാരും ആയില്ലേ? നമ്മള് ഭക്ഷണം കഴിച്ചിട്ട് പോവാന്നുള്ള തീരുമാനത്തിലാണ്. കൽപ്പറ്റ ഒരു ഫേമസ് സ്പോട്ട് ഉണ്ട്, രാവിലെ മാത്രം ഭക്ഷണം കിട്ടണേ. കൽപ്പറ്റ ചൈത്രേന്റെ ഫ്രണ്ടിലാണ് ഈ ഒരു കട വരുന്നത്. ആ കട അതവിടെ ഇവിടെ എത്തിയോ? നമ്മൾ നടന്നു പോവാലോ, എന്നിട്ട് അവിടെ നിന്ന് കഴിക്കാം. അവിടെ രാവിലെ തന്നെ തിരക്കാണ്, എന്നാലും നമുക്ക് ഓറ പിടിക്കാം. ഇഡ്ലിയും വടയും പറയല്ലേ? എന്താ പറയണേ? ഒരു ഇഡ്ഡലിയും 2 ഇഡ്ലിയും 1 വട. വട കഴിക്കണ കുട്ടൂസേ. ചായ വേണ്ടേ? വട പൊരീനെ നോക്കാം. വട പൊരീനെ എടുക്കും. കഴിഞ്ഞ ആഴ്ച എടുത്ത് എങ്ങനെ അറിയാം? കഴിഞ്ഞ ആഴ്ച താറാവിറച്ചി തിന്നപ്പോ ഇവനെടുത്തോണ്ടിരുന്നു. നീ ഇങ്ങനെ ഇങ്ങനെ താറാവിന്റെ ചുണ്ടുമ്മലെത്തിയിരിക്കുന്നു ഇവന്റെ ക്യാമറ. എന്ത് ഒപ്പിയെടുക്കുന്ന. അപ്പം നിങ്ങൾ കൽപ്പറ്റ വരികയാണെങ്കിൽ രാവിലെ ഓറ നഷ്ടപ്പെടാണ്ട് നല്ല ഭക്ഷണം കഴിക്കാൻ ഇവിടെ കുറെ കാലങ്ങൾക്ക് ശേഷം വെയിൽ നോക്ക്. അതാ ഞങ്ങളൊന്നും ചത്തിട്ടില്ല. ഇത്രയും ദിവസം എവിടെയും ഉള്ള വെള്ളപ്പൊക്കം മൊത്തം എത്തിയിട്ടേ
എന്താ ചത്തോന്ന് അറിയാൻ വന്നു. മന്ത്രി പറഞ്ഞ കേട്ടോ മുഖ്യമന്ത്രി. അതായത് വെയിൽ ഇങ്ങോട്ട് അടിക്കുമ്പം വെള്ളം ഇവാപറേറ്റ് ചെയ്തിട്ട് മേലോട്ട്. ഇത് നമ്മൾ എത്ര ക്ലാസ്സിലാണ് പഠിച്ചത്? 4-ലെ 3-ലെ പഠിച്ച് 5-ലൊക്കെ പരിസര പഠനത്തിൽ. ക്യാമറ കണ്ടാലും നിർമ്മല ഒളിപ്പില്ല. കുറച്ച് സൈഡ് കൊടുക്കാം. ചായ ഉണ്ടായോ? അതാ കിട്ടി. വട ചൂട് വട നോക്കി കുട്ടി കാണിച്ചു കൊടുക്കും. കഴിച്ചാണ് കൊടുക്കും. അങ്ങനെ ഇവന്താ ഇങ്ങനെ പിടിക്കണേ? കൈക്ക് വട വന്നാലും കൈ കഴുകാൻ പോവാ. കഴിച്ചിട്ട് കഴിക്കാൻ പോരെ. കഴിച്ചിട്ട് കഴിക്കാൻ പോരെയോ? കൈ കൊണ്ട് നിർമ്മലേ കൈ കഴിച്ചു ഇവൻ വീഡിയോ ഓഫ് ആക്കി ടേസ്റ്റ് പറയാനായിട്ട്. പിന്നെ ഇതാ ഇഡ്ഡലി, ചമ്മന്തി, ചോന്ന ചമ്മന്തി അല്ല ചട്നി, ചോന്ന ചമ്മന്തി. ഇനി വടേൻ്റെ ടേസ്റ്റ്. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങി. ടേസ്റ്റ് ഒന്നും അറിയണില്ല, നാവ് കൊള്ളും. ചൂടും കൊണ്ടാ. വലിയ ചൂടൊന്നും. ഇനി ഞങ്ങള് ഫുഡ് കഴിക്കട്ടെ. ആ കഴിക്ക്. ഇവിടെ ഒരുത്തം നോക്ക്. അത് പിന്നെ പഞ്ചസാര പോയോ? ചായ കിട്ടിക്കണ് ഗായ്സ്. പതയാണല്ലോ ഈ ലാസ്റ്റ് കുടിച്ചാൽ ചായ. അതിന് പറഞ്ഞത് പലതും പല കടുപ്പാണ്. നിന്റേത് ലൈറ്റാ, എനിക്ക് കടുപ്പം കൂടി ലൈറ്റ് അല്ലേ. സോ ഭക്ഷണം കഴിച്ച് നമ്മൾ അവിടുന്ന് വണ്ടി എടുത്തപ്പോഴാ ബത്തേരി ടൗണെത്തി. ബത്തേരി ടൗണിന്റെ പ്രത്യേകത എന്താണ്? ക്ലീൻ സിറ്റിയാണ്. യെസ്, ക്ലീൻ മുനിസിപ്പാലിറ്റി. കേരളത്തിലെ ഏറ്റവും ക്ലീൻ ആയിട്ടുള്ള മുനിസിപ്പാലിറ്റിയാണ്. അങ്ങനെ നമ്മള് ബന്ദിപ്പൂർ പിന്നെ ഫോറസ്റ്റിലോട്ട് കയറിയിരിക്കുകയാണ്. കർണാടകയിൽ കയറി ഈ കാട്ടിലൂടെയുള്ള യാത്രയാണ്. വലിയ ആനേനെയോ പിന്നെ മാനൊക്കെ കാണുകയാണെങ്കിൽ ഞാൻ കാണിക്കാം. അതാ പുലി 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 പറ്റിച്ചല്ല, പുലിനെ നോക്കി ക്യാമറയില്. ആ താലിയും പുള്ളി പുലി പുള്ളി പുലിയാണ്. 2 പേപ്പട്ടികള്. ഇതേതാണ്? നാടനായി കറണ്ട് ഷോണാണല്ലോ. രണ്ടുപേരെ കാണും. അപ്പൊ ഇത് ഏതാണ് ഇപ്പൊ ശരിക്കും നാടനായി? കൂടി ചേരാണ് നാടനായിന്റെ കളറിന്റെ ഷർട്ടുണ്ട്, നിനക്കുണ്ട്. എന്റെ ടൈഗറിന്റെ ഓ അതേതാ? ഓറഞ്ച് കളർ ടൈഗർ. ഇച്ചിരി കളർഫുൾ. ഓറഞ്ച് കളർ. ഞങ്ങള് ബ്യൂട്ടി ആയിട്ട് ടൈഗർ. വെള്ളയും കറുപ്പോ? പിന്നെ കണ്ണെന്താണ്? മുന്നോക്ക് ഈ മുന്നോക്ക് ഞങ്ങൾ പോട്ടെ. ഓ നാളെ ഒറയിലാവും. ഇവൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് നോക്കുക. ഓറ പോയിട്ട് ഒറയിലായിട്ട് വീട്ടിൽ പോണ്ടി വരും. അങ്ങനെ ഞങ്ങൾ ഗുണ്ടിൽപെട്ട് എത്തിയിരിക്കുകയാണ്. ഗുണ്ടിൽപെട്ട പൂ കാണാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ്. ഓക്കെ, അവിടെ മൊത്തം പൂ. ഇവിടെ സൂര്യകാന്തി, അവിടെ എടാ ആ കളർ പൂവിന് എന്താ പറയാ? ജമന്തി. ജാനകിന്നൊന്നും പറയാത്തത് നന്നായി. അങ്ങട്ട് ചെണ്ടുമല്ലി. ചെണ്ടുമല്ലിയാണ് ചക്ക. അല്ല, വയലറ്റിന്റെ പേരെന്താണ്? വയലറ്റിന്റെ പേര് അതിനെന്തോ പേര് പറയല്ലോ. ഓറ പോയിട്ടോ? ഓറ വിട്. നമുക്ക് ഇത് കട്ട് ചെയ്താൽ മതി, അപ്പൊ ഓറ സേഫ് ആണ്.
ഗൈസ് ഓറ പറഞ്ഞ വെറുപ്പിക്കുന്നുണ്ട് ഞങ്ങള്. ചെണ്ടുമല്ലിപ്പൂ ഏ അതല്ലേ ഞാൻ പറഞ്ഞത്, ചെണ്ടുമല്ലിപ്പൂവ് നീ ആണോ ചെണ്ടുമല്ലി. അപ്പൊ ഇവിടെ ഇറങ്ങിയിട്ട് ഈ റോട്ടിലൂടെ നടന്നു കഴിഞ്ഞാല് നമുക്ക് അങ്ങോട്ട് പോവാം. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിൽ കയറട്ടോ. ഇവര് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഓക്കെ, ഇവിടെ ചായക്കട ഉണ്ട് കേട്ടോ. സുഹൃത്തുക്കളെ നമ്മൾ പൂവിന്റെ അകത്തോട്ട് കയറുകയാണ്. ഇതാണ് ചെണ്ടുമല്ലി. ചെണ്ടുമല്ലി തന്നെ, ചെണ്ടുമല്ലി തന്നെ അത്രേ ഉള്ളൂ. ഇനിയിപ്പോ ചെണ്ടുമല്ലി അല്ലെങ്കിൽ ചെണ്ടുമല്ലി ജമന്തിയോ? ഇവനക്ക് ചെമ്പരത്തി ഏതാ റോസ് ഏതാ അറിയില്ല. നീല കളറുള്ള ചെണ്ടുമല്ലി 100 രൂപ പറ്റി. നീല കളറുള്ള ചെണ്ടുമല്ലി അല്ലേ ചേട്ടാ? അല്ല ചേട്ടാ പാളിക്കണ്. ഈ പൂവിന്റെ പേരെന്താ? ചെണ്ടുമല്ലി അല്ലേ? ആ പോയി ഇങ്ങോട്ട് നോക്ക്. ഇവിടെ ക്യാമറയ്ക്ക് നോക്കടാ. റോസപ്പൂ, സൂര്യപ്പൂവോ? കുറച്ച് ബുദ്ധിണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ ശരിയല്ലേ? ശരിക്കൂലേ? നിക്ക് ഇതാ പറ എടാ സമ്മതിക്ക് കുട്ടാ. ഒന്ന് സമ്മതിച്ചേട്ട്. ചെണ്ടുമല്ലി. ഇത് സൂര്യകാന്തി കാണിച്ചു കൊടുക്കുക എല്ലാവർക്കും നല്ല വൃത്തിയില്. മാറുകൂട്ടാ. ഇങ്ങോട്ട് കയറാൻ 20 രൂപയാണ് കേട്ടോ ടിക്കറ്റ് ഒരാൾക്ക്, മൊത്തത്തിലല്ല. ഇതാണ് ചെണ്ടുമല്ലി. അപ്പൊ നീല കളറുള്ളത് അതാണ് കളറുള്ളത്. നമുക്ക് ആരോടെയും ചോദിക്കാം. നീല കളറുള്ള ജമന്തിയാണ്. അവിടെ നീല കളറിലുള്ള പൂണ്ട്, അത് ജമന്തി. അത് സൂം ചെയ്ത് കാണിച്ചു കൊടുക്കടാ. വയലറ്റ് കളർ നീലാന്നൊക്കെ പറഞ്ഞു. അല്ല ഇവന് നീലാന്നാ പറഞ്ഞത്. അപ്പൊ നീലാന്നാ നമ്മള് സമ്മതിച്ചു കൊടുത്ത, എന്തെങ്കിലും സമ്മതിച്ചു കൊടുക്കണ്ടേ? അപ്പം ഇത് നമ്മളെ മുത്തങ്ങ ബന്ദിപ്പൂർ നമ്മളെ ഫോറസ്റ്റ് കഴിഞ്ഞ് ഒരു 100-200 മീറ്റർ കഴിയുമ്പോഴത്തേനും ഈ ഒരു ഏരിയ വരും കേട്ടോ. നല്ല രസമാണ്. എടാ അതിൻ്റെ ഉള്ളിൽ പോയി നോക്ക്. ഒരാള്, നീ അല്ല ക്യാമറമാൻ അല്ല, നീ പോ ചെല്ല്. നീ പോ, ഞാൻ നല്ല രസമുണ്ട്. നല്ല രസമുണ്ടാ. ആ വഴി വിട്ടോ, നമുക്ക് പോവാം. ആ വഴിയില്ലേ അങ്ങോട്ട് പോയിക്കോ. അങ്ങനെയാണ് പോയിക്കോ. അണ്ണന്മാർക്ക് നടിയിട്ടിപ്പോ മതി. അണ്ണാ പൂ പറിക്കണ്. അണ്ണ പൂ പറിച്ച് അണ്ണ സീന്. വേണ്ട പൂ പറിക്കുന്നത് കുടുംബ പ്രശ്നം, ഒരു ഫാമിലി പ്രശ്നം. നമ്മള് മൈൻഡ് ആക്കണം. നമുക്ക് കുറച്ച് പൂവുള്ളടത്തേക്ക് പോവാം. പൂ പറിച്ച് നമുക്ക് ആദ്യം ട്രെയിൻ അടിച്ചാൽ ചെയ്തിട്ടേ പോയോ? നമ്മളിവിടുന്ന് കുറച്ച് ആൾക്കാരെ ഓനെ ഓടിപ്പോയി. പേര് അത് ശരി. എടാ എന്റെ ഓറ മൊത്തം പോയി. ഇവിടെ വന്നിട്ട് ആരാന്ന് വെച്ചേ ഇല്ലല്ല തമാശക്ക് നിങ്ങള് കോമഡിക്ക് വേണ്ടി പറഞ്ഞു. തിരുവനന്തപുരം നമ്മള് തിരുവനന്തപുരമാണ്. ഫാമിലി കോഴിക്കോടുണ്ട്. താമരശ്ശേരി നമ്മളെ കുടുംബക്കാരുണ്ട്. വീഡിയോ സ്ഥിരം കാണുന്നത് നമ്മള് നല്ല വീഡിയോകളാണ്. താങ്ക് യു. ഓക്കെ, അതന്നെ ആഫ്രിക്കയിൽ പോയാള്. ശരി, ഇതെപ്പോ കാണാൻ പറ്റും? അത് എടുത്തിട്ട് പറയും. ഒന്ന് ഇങ്ങോട്ട് ആൽബങ്ങളൊക്കെ ചെയ്യാറുണ്ട്. തിരുവനന്തപുരം തന്നെ. അപ്പൊ കാണാം. ഞങ്ങൾ ഷൂട്ടുണ്ട് ഗായ്സ്. ഷൂ നോക്ക്. ഞാനേ ഇവനോട് പറഞ്ഞേ ബ്ലാക്ക് ഷൂട്ടിട്ട് വരാ പഴയ ഷൂട്ടിട്ട് വരാ ഓറ പോകുന്നു പറഞ്ഞിട്ട് നോക്കി ഷൂവിന്റെ കോലം നോക്കി. അതൊക്കെ പോട്ടെ, ഒരു സാധനം കാണിച്ചു തരാം.
അല്ല വെള്ള ഷൂ ആണെങ്കിലും അല്ല കറുപ്പ് ഷൂ ആണെങ്കിലും ചളിയൊന്നുമില്ല. കറുപ്പാടാ വെള്ളാടാ. ചായക്കത്തല്ലേ ചിലർ ചോദിക്കും എന്ത് പിഷ്കനാണ് നീ. ഇവിടെ വന്നതിന് ശേഷം നമ്മളൊരു 5ാമത്തെ ആക്കാട്ടത് കൊടുക്കണത്. എല്ലാവരും ചോദിക്കട്ടെ പൈസ. പിന്നെ ഇവിടെ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില്ലറ കൊണ്ടുവരണം 20 ഉറുപ്പ്യ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 ഉറുപ്പ്യ കൊടുത്താലും പറയും കയറിക്കോന്ന് പറയും. കയറി നമ്മൾ തിരിച്ചു വരുമ്പോൾ ഓനെ കാണൂല, ഓ മുങ്ങിണ്ടാവും. എന്നിട്ട് നമ്മൾ പോയതിനു ശേഷം ഓൻ വരുള്ളൂ. ഇവിടെ ഒരു നാക്കാണ് ഇവിടെ. പിന്നെ ഒരു ഗൂഗിൾ പേ ഇല്ല അറിയും. അപ്പോൾ നമ്മളൊരു കയറുന്നില്ല, അപ്പോൾ ഒരു ഗൂഗിൾ പേ ഉണ്ട് അറിയും. നോക്കോ, ഇതൊക്കെയാണ് ഇവിടെ തന്നെ. എങ്ങനെയെങ്കിലും ഒരു പൈസ അടിച്ച് മാറ്റാനുള്ള കളികളൊക്കെ ഒരു നോക്കുന്നുണ്ട് നമ്മൾ. സോ ഗൈസ് നമ്മൾ അയ്യോ ഞാൻ നോക്കുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു സാധനം ഇവിടെ ക്യാമറയാണ്. ഞങ്ങൾ പൂത്തോട്ടത്തിൽ നിന്ന് ഇറങ്ങി. പിന്നെ മുന്തിരിത്തോട്ടം പോകാൻ പറ്റിയില്ല. അതിൻ്റെ മുന്നേ നമുക്ക് ഷൂട്ട് ചെയ്യേണ്ട സ്ഥലത്തെത്തണം. അപ്പം നമ്മൾ ബേഗൂരിലോട്ട് 5 കിലോമീറ്റർ. അപ്പം അവിടെ പോയി നോക്കട്ടെ. അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണിക്കാൻ പറ്റുമെങ്കിൽ കാണിക്കാം. അല്ലെങ്കിൽ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ മുന്തിരിത്തോട്ടം. അയ്യോ മോനെ അതെടുക്കടാ, നീ എങ്ങോട്ട് സൈഡാക്കണ വണ്ടി? ഈ വണ്ടിയുടെ ടയർ പൊട്ടിയതാണ്. എന്റെ അമ്മ പേടിച്ചായിട്ടോ. കേരള വണ്ടിയാണ്. അല്ല ടയർ പൊട്ടി. പശു നീ വേറെ പതുക്കാണ്ട് പോയിക്കോ. നമ്മളെവിടൊക്കെ പോണ് ഗൈസ്? നമ്മള് ഇവിടുത്തെ ഇഞ്ചിത്തോട്ടത്തിൽ വന്നിരിക്കുകയാണ്. അതിവിശാലമായ ഇഞ്ചിത്തോട്ടാണ്. 12 ഏക്കറ. എത്ര ഏക്കറ? ഇത് 387 ഏക്കർ സ്ഥലം. ഇത് പൈനാപ്പിൾ ആണ്. ഇത് പൈനാപ്പിൾ ഇവനാണ് പറഞ്ഞത് ഒന്നുമില്ല എന്റെ വീട്ടിൽ ഇഞ്ചി കൃഷി ഉള്ളത്. അത് തെളിയിക്കാൻ വേണ്ടി ഞങ്ങൾ പറഞ്ഞേ. നിർമ്മൽ കൂടി വന്നിട്ട് അറിയാ പൈനാപ്പിൾ ആണോ? പൈനാപ്പിൾ ആണ്. എന്നിട്ട് നേരെ എന്റെ തലയിലേക്ക് പരിചയപ്പെടുത്താണ്ട് മുതലാളിയാണ്. ദിസ് ഈസ് ഈ ഏരിയയിൽ നമ്മളെ കർണാടകയിൽ നമ്മളെ കേരളത്തിൽ ഇല്ലാത്ത പോലെ ഉണ്ട്. അതായത് ഓരോ ഏരിയക്ക് ഓരോ ഗുണ്ടകളാണ്. ദിസ് ഏരിയക്ക് ഗുണ്ട ഇസ്കാ നാം ഹേ അശ്വിൻ. പക്ഷേ കേരളത്തിൽ ജനിച്ചു പോയി എന്നുള്ളൊരു പ്രശ്നമുണ്ട്. പക്ഷേ ഈ ഗുണ്ടൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻറ്റിമെൻറ്റ്സ് ഉണ്ടാവും. ഇവിടെ നമ്മൾ ആ സെൻറ്റിമെൻറ്റ്സ് അല്ല, പൈസ എടുക്കുന്നവരാ പിരിവിൽ. പുള്ളി പോയിട്ട് നമ്മളൊന്ന് കരഞ്ഞ് ഓക്കെ നീ പൊക്കോ. അത് മലയാളീൻ്റെ ഒരു മലയാളികളെ നമ്മളൊന്നും ചെയ്യില്ല. ഇത് നേരെ ആ താഴേക്ക്. അവിടെയാണോ? ഇവിടെ അപ്പോൾ ഗൈസ് നമ്മൾ ഇഞ്ചിത്തോട്ടത്തിലോട്ട് പോവാണ്. വേദനിക്കുന്ന ഒരു ചെറിയ കോടീശ്വരനാണ്. ഇവിടെ ഒരു 300 ഏക്കർ ഇഞ്ചിത്തോട്ടമുണ്ട് അപ്പന്. പിന്നെ സ്വന്തമായിട്ട് ഒരു 12 ഏക്കർ വേറെ ഉണ്ട്. ഇങ്ങനെ എന്താ ചെറിയൊരു കോടീശ്വരൻ. ചെറിയൊരു കോടീശ്വരൻ. അംബാനിയേക്കാൾ അമ്പാനിക്കൊപ്പം. ഞാൻ വിചാരിച്ചു കൗണ്ടർ അടിക്കൂല. അടിച്ചിരിക്കുന്നു ഗൈസ്. ക്ലാസ്സിന് വരണം. കാരണം കുറേ ഇഞ്ചി ചേട്ടനോട് പറയട്ടോ. എന്നോട് പറയാനാ മൂപ്പർക്ക് ഈ ക്ലാസ്സുള്ള അറിയോ? അപ്പൊ ഒരാൾ അറിഞ്ഞില്ലേ ഞാൻ? കാരണം നിന്റെ ഏട്ടനെ കൂട്ടായിരുന്നല്ലടാ. ഞാനതാ കൊണ്ടെടുത്ത് പറഞ്ഞേ. പിന്നെ നമുക്ക് എന്താ ഇവിടുത്തെ പരിപാടി നമുക്ക് അറിയില്ലല്ലോ. ഈ മുതലൂടെ 100 ചോദിച്ചു എന്താ പരിപാടിയാണ്. നീ ഇങ്ങോട്ട് പോര്. ബാക്കിയൊക്കെ പറഞ്ഞോടൊന്നല്ല നടക്കുന്നേ. അപ്പൊ ഗായ്സ് സൂക്ഷിച്ചു വരണം. ഷൂ അല്ലേ ബ്രോ? ഇനിയിപ്പോ മറ്റേ അർജുൻ റെഡ്ഡി ആവുമോ? ഗായ്സ് ഇതിൻ്റെ ഇടയിൽ ഒരു കിടിലം പ്ലേസ് ഉണ്ട്. അതിലിരുന്നാലോ? എവിടെ പോണ്? എവിടെ പോവാ? കുറച്ച് ഇഞ്ചി കൃഷി. കുറച്ചല്ലേ ഉള്ളൂ. എത്ര ഏക്കറാ? ഈ കാണുന്ന 300 ഏക്കർ ഇവന്റെ അപ്പൻ്റെയാണ്. വീണ്ടും ജോസിന്റെ പേരിലാണ്. ജോസ് അങ്ങോട്ട് പൊന്നന്റെ പേരിലാണ്.
പൊന്നടയിലുള്ള പൊന്നനാണോ? പൊന്നടയിലുള്ള പൊന്നന്റെ പേരിലാണ് ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ളത്. പക്ഷെ നിർമ്മല് പറയണത് ഇത് പൈനാപ്പിൾ കൃഷിയാണ്. അവിടെ ആ മരത്തിന്റെ അവിടെ ഉദ്ദേശിച്ചേ ഒരു തണൽ കപ്പി പോവാ. പേരൊക്കെ ഉണ്ട് ഈ സെറ്റാലേ. ബംബിളി പൂസ് കിട്ടോ? നിങ്ങളിവിടെ തണലത്തൊക്കെ ഇരുന്നോ? ഇതാണ് നമ്മൾ ഇവിടെ വന്നതിൽ ഒരു തണലുള്ള ഒരു സ്പോട്ട്. അവിടെയാണ് നമ്മൾ വന്നിട്ടുള്ള ഇഞ്ചി വ്യാപിച്ചു കിടക്കുന്ന ഇഞ്ചി തോട്ടാണ്. അതിൻ്റെ മുന്നേ ഇനി മുതൽ കുറച്ച് സീരിയസ് ആയിട്ട് ടോക്ക് ചെയ്യാം. നമ്മൾ പിന്നെ ഗുണ്ടിൽപ്പെട്ട ബേഗൂർ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും, അതായത് അന്യ സംസ്ഥാനത്ത്, ഉദാഹരണത്തിന് ഗോവ, കർണാടക, തമിഴ്നാടും ഒക്കെ പോയിട്ട് കൃഷി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടാവും. അങ്ങനത്തെവർക്ക് ഇപ്പോൾ അവിടെ പോയിട്ട് എവിടെ നിന്ന് സ്ഥലം മേടിക്കും? സ്ഥലം മേടിച്ച് കഴിഞ്ഞാൽ ആ സോയിൽ ഇതിന് പറ്റിയ അതിൻ്റെ pH ചെക്ക് ചെയ്യണം. അവിടുത്തെ വെള്ളം അത് നല്ല പ്യൂർ വെള്ളമാണോ, കൃഷിക്ക് അനുയോജ്യമായ വെള്ളമാണോ, ഇതൊക്കെ ചെക്ക് ചെയ്യാൻ. അതുപോലെ തന്നെ അതിന് ലീഗലായിട്ട് കുറച്ച് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാൻ. പിന്നെ എന്താണ്, ഇനിയിപ്പം ആ കർഷകരും അവിടുത്തെ ലോക്കൽസായിട്ട് എന്തെങ്കിലും ഒരു ഇഷ്യൂസൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് UFPA എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. അതായത് അന്യസംസ്ഥാനത്ത് വർക്ക് ചെയ്യുന്ന എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു സംഘടനയാക്കിയിട്ട് രൂപീകരിച്ചിരിക്കുകയാണ്. എന്നിട്ട് അത് തന്നെ ഇപ്പോൾ കർണാടക ജില്ലയിലാണെങ്കിൽ ബേഗൂർ എന്ന് പറയുന്ന ഒരു ഏരിയ, അവിടുത്തെ കർഷകരൊക്കെ ഒരു കൂട്ടായ്മ. അതായത് ഒരു കർഷകന് ഒരു പ്രോബ്ലം ഉണ്ടായാൽ ഇവരെല്ലാവരും വന്നിട്ട് ഹെൽപ്പ് ചെയ്യും. അത് എന്ത് പ്രോബ്ലം ആയിക്കോട്ടെ, ഈ സംഘടനയിൽ ഒരു മെമ്പർഷിപ്പ് എടുത്താൽ മാത്രം മതി. അതിൻ്റെ മെമ്പർഷിപ്പ് എടുക്കാനുള്ളതും കൂടുതൽ ഡീറ്റെയിൽസിനുള്ള നമ്പർ ഞാൻ അവിടെ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെയൊക്കെ വന്നിട്ട് കൃഷി ചെയ്യണം, എല്ലാവർക്കും ഒരു പേടിയുണ്ട്. കർണാടകയിലും തമിഴ്നാട്ടിലൊക്കെ പോയിട്ട് കൃഷി ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളത്. ഒരു പേടിയും വേണ്ട, ഒരു ടെൻഷനും വേണ്ട. ഈ കാണുന്നത് എല്ലാം സത്യം പറഞ്ഞാൽ മലയാളികൾ കൃഷി ചെയ്യുന്നതാണ്. ഇത് ലീസിനെടുത്ത് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ മേടിച്ച് ചെയ്യുന്നതാണോ? എല്ലാം ലീസിനായിരിക്കും കേട്ടോ അധികം. അപ്പം ഇത്രത്തോളം കൃഷി മലയാളികൾ ചെയ്യുന്നുണ്ട്. നിങ്ങളും ഇതേപോലെ ഇഞ്ചി കൃഷിയൊക്കെ ചെയ്ത് കോടീശ്വരന്മാരാവും. അങ്ങനെ ശ്രീരാഗ് തളർന്നിരിക്കുകയാണ്. ശ്രീരാഗ് എന്താണ് ഈ നിമിഷത്തിൽ പറയാനുള്ളത്? ഒന്ന് കിടക്കണം, എനിക്കൊന്ന് ഇന്ന് ഉറങ്ങണമെന്ന്. നീ ഇങ്ങനെ എടുത്തു കൊണ്ടുവരല്ലേ ക്യാമറ? ഞാൻ ആ താറാവിനെ പിടിച്ച മാതിരി എന്നെ പിടിച്ചു നോക്കിയാ. കുറച്ച് താറാവ് എടുക്കട്ടെ. തരാവുണ്ടോ? അല്ലെങ്കിൽ കമ്പിയാവാൻ കുറച്ച് കമ്പനി ആവാൻ കുറച്ച് കമ്പി വാങ്ങിയാൽ നമുക്ക്. നിർമ്മല വാഴ ചവിട്ടല്ലോ കേട്ടോ. ആയല്ല കുട്ടൂസ, പൈനാപ്പിളാണ്. സോറി ഗൈസ്, പൈനാപ്പിളിൽ ചവിട്ടരുത് ആരും. നമ്മൾ ഇത് ഇവിടുത്തെ പ്രോഗ്രാം കഴിഞ്ഞിരിക്കുകയാണ്. നല്ല ആൾക്കാർ കേട്ടോ. ലാസ്റ്റ് എത്തിയപ്പം വൻ കോമഡിയാനും. അപ്പോൾ നല്ല രസമുണ്ട് ആൾക്കാരൊക്കെ. അപ്പോൾ നമ്മളിവിടുന്ന് നേരെ ഇനി തിരിച്ച് നാട്ടിലേക്ക് പോവാണ്. ഇങ്ങോട്ട് മോനെ ഇവിടെ അങ്ങനെ സീനൊന്നുമില്ല. ശുഷ്കാന്തി നോക്കുന്നുണ്ടേ നാട്ടിൽ പോണേന്റെ. അപ്പം ടർബോ ജോസ് ഞങ്ങൾ നേരെ ടെർബോ ജോസിനെയും കൂട്ടി നേരെ എങ്ങോട്ടാ പോണെന്ന് വെച്ചാൽ മുന്തിരിത്തോട്ടങ്ങൾ കാണാൻ. മുന്തിരിത്തോപ്പിൽ അവിടെ കട്ട് പറിക്കുന്നൊക്കെയാണ് പറയുന്നത്. അല്ലെ മാധവൻ കട്ടൊന്നും ചേക്കോട്ട് പുറത്തു പോയിട്ടില്ല. എല്ലാ രൗദ്രഭാവങ്ങളും ഏറ്റെടുത്ത് കുട്ടൂസ എല്ലാ രൗദ്രഭാവങ്ങളും ഏറ്റ് അവതാരപ്പിറവികളുടെ എല്ലാ സെറ്റാണോ? അവതാരപ്പിറവികളുടെ അങ്ങനെ വന്നും കൂടി പറഞ്ഞോ. അവതാരപ്പിറവികളുടെ എല്ലാ രൗദ്രഭാവങ്ങളും ഏറ്റ് ഇന്നേ മൂർത്തിക്ക് പേര് നരസിംഹം. ഗായ്സ്, അപ്പോ മുന്തിരിത്തോട്ടത്തിൽ നമ്മൾ മുന്തിരിത്തോട്ടത്ത് വന്നിരിക്കണം. ക്യാമറ തുറച്ചിട്ടണം. നമ്മളെങ്ങനെ മുന്തിരിത്തോട്ടത്തിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇവിടെ ഒരാൾക്ക് കയറണമെങ്കിൽ 25 രൂപ. അതായത് നിങ്ങൾ അങ്ങ് ടോൾ ഗേറ്റിൻ്റെ തൊട്ടടുത്താണ്. ടോൾ ഗേറ്റ് കഴിഞ്ഞ പാടെയാണ് ഇത് വരുന്നത്. അതിൻ്റെ തൊട്ടടുത്ത് വണ്ടി വെക്കണ്ട, ഉള്ളോട്ട് വണ്ടി കയറും. അപ്പം
നിങ്ങൾ നടന്ന് വരികയാണെങ്കിൽ ഒരു പൈസ വാങ്ങും, വണ്ടി കൊണ്ടാണെങ്കിലും പൈസ വാങ്ങും. അപ്പം 25 റുപ്പീസാണ് ഒരാൾക്ക് വരുന്നത്. ഉള്ളിൽ കയറി കഴിഞ്ഞാണ്ടല്ലോ ഇതൊരു മുന്തിരിത്തോട്ടമല്ല, ഇതൊരു പാർക്കായിട്ട് മാറും. അന്തമാതിരി ആൾക്കാരുണ്ടെങ്കിൽ റിട്ടേൺ പോക്ക് ഇതില്ലടാ, അതിലെ കണ്ടാ ആ വണ്ടി പോകും. അപ്പം പാർക്കിംഗ് നമുക്ക് മുന്നിൽ എവിടെയെങ്കിലും ഉണ്ടാക്കാം, എന്നിട്ട് മുന്തിരിത്തോട്ടത്തേക്ക് പോവാം. യെസ്. അപ്പൊ ഗായ്സ് നമ്മൾ മുന്തിരിത്തോപ്പിൽ എത്തിയിരിക്കുന്നു. മുന്തിരിത്തോപ്പിലാണ്. ഇത് പിടിക്കും മുന്തിരിത്തോട്ടം. ഒന്ന് മുടി കെട്ടിട്ട് എല്ലാവരും ഉണ്ടല്ലോ. ആരാ? ഓ, അപ്പൊ ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ഇവിടെ മുന്തിരിത്തോട്ടം അതിൻ്റെ ഉള്ളിലാണെങ്കിലും ഇവിടെ പാർക്കിന്റെ സമാനമായ ഇതാണ്. മലയാളികളെ കൊണ്ട് കൂടുതലും ഡെയിലി ഒരു കച്ചറ ഇവിടെ നടക്കും. മുന്തിരി ഇവിടുത്തെ ഒരു നാക്കാൻ പറഞ്ഞുതരാം. ഇവിടെ ആരെങ്കിലും മുന്തിരി പറിക്കുമ്പോൾ ഇവർ നോക്കി നിൽക്കും. മറച്ച് കഴിഞ്ഞാൽ കച്ചറയാണ്, അടിയാണ്. ഒരു കൊല മുന്തിരിക്ക് എത്ര കൊടുക്കേണ്ടി വരുമോ? 200-300 ഒക്കെ ചോദിക്കും. നമ്മളാരും കാണാണ്ട് നമ്മളൊന്ന് മുന്തിരി ഓര് കാണും. ഓർക്കറിയാം, ഉടായ്പകളെ കണ്ടാൽ വേഗം മനസ്സിലാവും. അന്നൊക്കെ ആദ്യം വെക്കും പോക്കൂലേ? പാടില്ല, കഴിക്കരുത്. മുന്തിരിത്തോപ്പിന്റെ പുറത്ത് കഴിച്ചിട്ട് വരി, ഇല്ല പോയിട്ട് കഴിക്ക്. മുന്തിരി പറിക്കരുത്, മുന്തിരി പറിക്കരുത്. ഇന്നലെ മരുന്നടിച്ചതാണ്, അതുകൊണ്ടാണ് മുന്തിരി പറിക്കരുത്, മുന്തിരി പറിക്കരുത്. ആരും മുന്തിരി ഇങ്ങനെ പറിക്കരുത്, പറിച്ച പ്രശ്നമാണ്. ഇങ്ങനെ കാണിക്കാം. മറ്റേ ഫോട്ടോ അങ്ങനെ എടുത്തായി. തല്ലൊന്നും കിട്ടൂല, സീനൊന്നുമില്ല. ഈ ഗ്യാപ്പ് ഈ മുന്തിരിയൊക്കെ എന്താ പോര്? ഈ മുന്തിരിന്റെ സ്പെഷ്യാലിറ്റി എന്താ അറിയാം? ഇത് കർണാടകയില് ഗുണ്ടിൽപ്പെട്ട സൈഡിലുണ്ട് മുന്തിരിയാണ്. അതുകൊണ്ട് ഒരു പ്രത്യേകതയില്ല. കർണാടകൻ കാറ്റടിച്ചിട്ട് അതാ പറിച്ച് അല്ലിപ്പോ പൊക്കും. കള്ളൻ കള്ളൻ കള്ളൻ. ഇന്നലെ മരുന്നടിച്ചാണ്, ഇന്നിപ്പോ നിർമ്മൽ പോകുമ്പോ മരിച്ചു. നിർമ്മൽ ഇന്നത്തെ കേരളം കയറുമ്പോഴത്തേക്ക് നിർമ്മല് വിട പറയും. ഇതെന്താ സാധനം മനസ്സിലായി? ഏതാ ഇതെന്താ? ഇത് ഇല്ല, ഇതാണ് മരുന്നടിക്കുന്നത്. ഇതിലിങ്ങനെ വെള്ളം ഇങ്ങനെ സ്പ്രേ ആവും. സ്പ്രിംഗ്ലറോ അങ്ങനെ എന്തല്ലേ? ട്യൂബിന്റെ സ്പ്രിംഗ്ലർ. ഇത് ആ കൂടെ എത്രയാ 10-20-30 സെന്റിലെങ്ങനെ ഉള്ളൂ. പക്ഷെ ഇവിടെ അടിയാണ് ഡെയിലി. മേലോട്ടെങ്കിലും പോണില്ല, താഴോട്ടെങ്കിലും പോണു. മുന്തിരിത്തോപ്പ് ഒന്നും മുന്തിരിക്കൊല തൊടുന്ന രീതിയിലൊന്ന് ആക്ഷൻ കാണിച്ച് ഫോട്ടോ എടുത്തോളി. മുന്തിരി പറിക്കരുത്, മുന്തിരി പറിക്കരുത്. മുന്തിരി തോപ്പിന്റെ ഉള്ളിൽ ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് നേരെ വലിയ പൂന്തോട്ടമുണ്ട്, ചെരിപ്പളത്തോട്ടമുണ്ട്, നേരെ മേലോട്ട് പോയാൽ മതി. ഒരു സ്ഥലത്ത് നിൽക്കരുത്, കൂടുതൽ താമസിക്കരുത്. മുന്തിരി തോപ്പിന്റെ ഉള്ളില് അത് ഇത് എന്നിട്ട് ഒന്ന് പെരുക്കരുത്, അത് ഇത് എന്നിട്ട് ഒന്നും കഴിക്കാൻ പാടില്ല, കഴിക്കരുത്. മുന്തിരി തോപ്പിന്റെ പുറത്ത് ഞാൻ കണ്ടില്ലേ വൈഫ് പോയിട്ടുള്ള വൈഫ് റഷ്യയിൽ പഠിച്ചു കഴിഞ്ഞു. കണ്ണൂര് വണ്ടി മാറ്റിയില്ല, ബ്ലാക്ക് നമ്മളെ മഹീന്ദ്ര തന്നെ. ഇപ്പൊ സുഖമാണല്ലോ അല്ലേ? ഓക്കെ വരുന്നു. മലപ്പുറത്ത് നിന്നാ? മലപ്പുറം. വർക്ക് ചെയ്യുമ്പോൾ വയനാട്ടിൽ കൂടെ തന്നെ ഇനിയല്ലേ, ഇനി നാടുകാണി വഴി. നാടുകാണി. ശരി, ബ്ലോഗ് എടുത്തിരിക്കുന്ന നമ്മളെ വേറെ സുഹൃത്തുണ്ട്, കയ്യലില്ല. ഇന്നൊരു ദിവസം കഴിക്കാം.
സമയത്തിന് ശേഷം നമ്മൾ കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ എവിടെ പോണു? കാട് കാണാനോ? തിരിച്ച് നാട്ടിലോട്ട് പോവാണ്. നിർമ്മലിക്ക നമ്മൾ തിരിച്ചെവിടെ പോന്നു? വീട്ടിൽ പോണു. ഇത്ര നേരത്തെയോ? മുത്തങ്ങ കാട് കാണണ്ട നമുക്ക്. കാടൊന്ന് ഇത്ര കണ്ടു. ഇവിടെ ഐസ്ക്രീമൊക്കെ ഉണ്ട്. ഐസ്ക്രീമൊക്കെ തിന്നട്ടാ. അയ്യോ സാറേ, എൻ്റെ പേര് ജോസഫ് കുരുവിലാണ്. അപ്പോൾ ഗായ്സ് നമ്മള് മുന്തിരിത്തോട്ടം കഴിഞ്ഞ് ഇനി പെരേക്ക് പോവാണ്. പറ്റിക്കലാണ്, ഫുള്ള് പറ്റിക്കലാ. പിന്നെ ഇല്ലാത്തോണ്ട് പിന്നെ നമ്മളത് അങ്ങനെയല്ലേ, എല്ലാം തിന്നു എന്നിട്ട് ഒരു ടേസ്റ്റ് ഇല്ല. എല്ലാം കണ്ടിട്ട് പക്ഷെ നമ്മള് കൊറേ എക്സ്പെക്ട് ചെയ്ത് നോക്കണേ. അത് മൂപ്പര് നമ്മളെ കണ്ട്. എന്നാ പോയേ സോ ഗൈസ്, നമ്മളിനി കാട്ടിലൂടെ ആനേനെ, സിംഹത്തിനെ എല്ലാത്തിനെയും കണ്ട് ഒരു യാത്ര പോവാണ്. നല്ല പോക്കാട്ടോ. നിർമ്മൽ 100-110. അല്ലാ ചേട്ടാ, ചേട്ടാ അസ്സലാമു അലൈക്കും. സൂപ്പറാണ് യഥാർത്ഥ മമ്മൂട്ടി. ഇവിടെ വണ്ടി തട്ടാനുള്ള കാരണം അതാണ്. സ്ലോ മോഷനോ? ഓരോ വിചാരം എന്താ അറിയോ, റോഡും ഞമ്മക്കുള്ളതാണ്. ഒന്ന് നോക്കുക, പുരയിൽ നിന്ന് മറ്റേ ബാത്റൂമിൽ പോലെ റൂമിൽ നിന്ന് ബാത്റൂം പോണാരി. ഈ പമ്പില്ലേ നല്ല പമ്പാ, നല്ല വൃത്തിയുള്ള ബാത്റൂം ഉണ്ട്, എല്ലാം. അങ്ങനെ അവസാന നിമിഷങ്ങളോടെ നമ്മൾ ഗുണ്ടിൽപേട്ട വിട പറയുന്നു. അപ്പോ അല്ല, ഇവിടെ നിന്നൊക്കെ എന്തി പ്രശ്നം വന്നു കഴിഞ്ഞാൽ തെളിവ് ആനയാണത്. ആന സോ ഗായ്സ്, നമ്മളിതാ വീണ്ടും കേരളത്തിലോട്ട് കേറിയിരിക്കുകയാണ്. എന്താടാ നിങ്ങൾ ഓരെന്താ വിചാരിച്ചിരിക്കണേ? എന്തൊരു അഹങ്കാരം അറിയോ? ഇനി വേണം കുറച്ച്. നമ്മള് പേടിച്ച ആരാണില്ലേ? അല്ലെങ്കിൽ ഈ കർണാടകക്കാരുണ്ട് പോലീസുകാർ ഭയങ്കര മോശമായിട്ട് ബിഹേവ് ചെയ്യും. ഭയങ്കര മോശം. പൈസ വാങ്ങുക നമ്മള്. പൈസ വാങ്ങുക കൊടുത്തില്ല നമ്മൾ. ഈ സ്വപ്നം കണ്ടാണോ? അപ്പം ഇനിയാണ് നമുക്ക് 2 ചെക്ക് പോസ്റ്റ് ഉണ്ടാവും. ചെക്കന്മാരായിട്ട് എന്തായാലും വെക്കും. പ്രത്യേകിച്ച് നിന്റെ മുടി കണ്ടാലേ അറിയാം. നിന്നെ കണ്ടാലേ അറിയാം. ഞാൻ മറ്റേതാ, നീ മഞ്ചാവാണ്. നീ മഞ്ചാവാണ്. നീ മഞ്ജുളനല്ലടാ, നീ അത് എടുക്കുന്ന പറയും. ഇങ്ങനെ ഞാൻ അപ്പൊ പറഞ്ഞേ മറ്റേ വെളിച്ചപ്പാടില്ലേ? അയ്യോ സാറേ, ഞാൻ അപ്പേ ചെക്ക് പോസ്റ്റിലോട്ട് ചെക്ക് ചെയ്യാണ്ട് വിട്ടിരിക്കും. ഇല്ലില്ല, അപ്പുറത്തുണ്ട്. അതാ ഇല്ല, ഇത് എക്സൈസ്. അത് എക്സൈസ്, ഇത് പോലീസിന്റെ. നോ, RTO. അവർക്ക് ഇതിനൊക്കെ ഫൈൻ ചെയ്താ. ഇന്ന് വരുന്നുള്ള ഒരു ഇതില്ല അവർക്ക്. RTO എന്ന് പറയുമ്പോൾ ഉള്ളൊക്കെ ചെക്ക് ചെയ്യുമല്ലോ അവര്. എല്ലാം ചെക്ക്. DL രജിസ്ട്രേഷൻ. അതിന്റെ പ്രശ്നം എന്താ അറിയോ? നല്ല ഫൈൻ ഇട്ടിരിക്കും. കിട്ടില്ലേ? കിട്ടണ്ട. രജിസ്ട്രേഷൻ മാറ്റാതെ ഇങ്ങനെ ഓടിക്കഴിഞ്ഞാല്. അല്ല, ഇപ്പൊ ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നാണെങ്കിലോ? ആയിക്കോട്ടെ, അങ്ങനെയാണ് ആഗ്രഹമാവാം. അങ്ങനെയാവാം. അല്ല, രാത്രി ലൈറ്റ്. സുഹൃത്തുക്കളെ, ഞങ്ങൾ കൽപ്പറ്റ എത്തിയപ്പോൾ ഷെഫീഖാക്കന്റെ സന്തോഷത്തിൽ ഞങ്ങൾ ചായ കുടിക്കാൻ പോയി. ഷെഫീഖാക്ക പറയൂ, ഷെഫീഖാക്ക എന്താ പറയാ അറിയോ? സാംസങ്ങിന് 2 ഫോൺ എടുക്കേ, ഒരു Note 8ഉം Note 8 Plusഉം ഒരു പ്രോയും. Fold 8, Fold 8 Ultra. Fold 8, Fold 8 Ultra. അപ്പൊ എന്താ, ഒരു ഫിൽറ്റർ കോഫി ഫ്രീ. ഒരു കോഫി ഫ്രീ. കേറ് കൂട്ടുകാരെ. വിലപ്പെട്ട സമയം ഞാൻ എല്ലാം കണ്ടത്. അപ്പൊ സ്പൺബറാണ്. നമ്പർ കാണിക്കണം കേട്ടോ വണ്ടിന്റെ. അതിന് വേറെ പൈസ. പറഞ്ഞ ഞാൻ കുട്ടിയാന്ന്.
ഇവന് ഞങ്ങളെ കുട്ടിയാണ് ഓട്ടോറിക്ഷ ഫുള്ളായിട്ടുണ്ട്. ഓട്ടോറിക്ഷയിൽ 3 ആളുള്ളൂ. RTO ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഇവന് ഫൈന് കൊടുക്കണം. ഇവനില്ല അനുസരണയില്ല, ഒരു ബഹുമാനല്ല. കുട്ടൂസന്റെ പകുതി പുറത്താ. ഇല്ല, അല്ല കുഴപ്പമില്ല. വൺ സൈഡ് എന്നിട്ട് ഞങ്ങളിത് കൊള്ളലാഭമാകും. ബാക്കിൽ ലൈറ്റ് ഒക്കെ ഉണ്ട്. എന്ത്? പാട്ടുണ്ടോ? അർജുനരുണ്ടോ? ഇല്ല. ഇതെന്താ വായിക്കാ ബേക്കില്? ജാനു അതോന്റെ കുട്ടീന്റെ പേരാ ദാനു എന്നാ വിളിക്കല്. മൊയിലാളി ഓന്റെ കുട്ടി. പിന്നെ എല്ലാരോടും സീരിയസ് ആയിട്ടൊരു കാര്യം പറയാം. ഓന് നമ്മള് പെണ്ണ് അന്വേഷിക്കുന്നുണ്ട്. ഒരുപാട് കാലായി അല്ലേ? സ്ഥലങ്ങളില്ല. ഇനി ഗൾഫുകാരനാ. നിങ്ങളെ പെണ്ണുങ്ങൾ ഈ വീട് കാണുവേ, രാത്രി ഇട്ട് കുത്തു. ഒരു കുടുംബകലാപമൊക്കെ ഉണ്ടായേനെ. അപ്പം ഗൾഫുകാരനാണ് ഇനി നമ്മള് പെണ്ണ് അന്വേഷിക്കേണ്ടത്. അപ്പോൾ പറയണം സുമുഖനാണ്, സുന്ദരനാണ്, മുടിയൊക്കെ വെട്ടിയിട്ടുണ്ട്, പെണങ്ങോട് വീട്, ഫേഷ്യലൊക്കെ ഇന്ന് ചെയ്തിട്ടുണ്ട്. പണ്ട് ഷിയാബിന്റെ വീട് ഇട്ടീനു. ഓന് പെണ്ണിട്ടില്ലേ? അതേമാതിരി അനക്കും ആരെങ്കിലും ഒരാള് വിളിച്ചിട്ടുണ്ടാവും. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫറാസ് കാടാരി നല്ല സ്വഭാവമാണ്. അറിയാത്ത പൊന്നു പോലെ നോക്കും. പൊന്നു പോലെ നോക്കും കുട്ടീനെ, പൊന്നു പോലെ നോക്കും. ഞങ്ങളൊക്കെ കയ്യിലുണ്ട്. എല്ലാ പൊന്നും ഞങ്ങൾ വെക്കും. ആദ്യം എത്ര എല്ലാം എത്ര രൂപ കിട്ടണം? ജോലി വേണമെന്നുണ്ടോ? ജോലി വേണ്ട, പൈസ മതി. ശമ്പളം കുറവായിരിക്കാം, പക്ഷെ സന്തോഷം വലുതായിരിക്കാം. ഇവനെ ശരിക്കും കൂട്ടാണെന്നുണ്ട്. വലിയ ഉപകാരമാണ്. കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ. വയസ്സ് പ്രശ്നമല്ല. 29 കേട്ടോ. ഈ ചിങ്ങത്തിന് ഏതെങ്കിലും ഒന്ന് ഉറപ്പിക്കും. ഫ്രണ്ടില് വണ്ടി ഓട്ടോറിക്ഷക്കാർക്ക് മുന്നിൽ മേക്കിലൊക്കെ കണ്ടിട്ടുണ്ട്. അതറിയില്ല എനിക്ക്. മുക്കണ്ണന്മാരായിരിക്കും. ഞാനൊക്കെയാണ്. സാംസങ് ആണ് സീനില്ല. സാംസങ് പൊട്ടൂല. ഐഫോൺ പൊട്ടിയാ സാംസങ് പൊട്ടിയ പുതിയ മാറ്റിട്ടല്ലേ? പിന്നെ പൊട്ടൂല. ഉറപ്പാണോ? ഒരിക്കലും പൊട്ടൂല. ഉറപ്പാണോ? കൂടെ പ്രൊമോഷനും ഗോളില്ലാത്ത പോസിറ്റീവ്. എനിക്ക് പെണ്ണ് റെഡി ആയാല് സാംസങ് എന്നൊരു 26 അൾട്രാ ഷെഫീക്ക് കൊടുക്കുന്ന നോക്ക്. നിങ്ങളൊരു ഫോൺ കൊടുക്കാൻ പറ്റില്ല. ഫോണല്ലേ കൊടുക്കേണ്ടത്? അല്ല, ഇതിന്റെ ഇടയിൽ കൂടെ പറഞ്ഞ ഒരു പെണ്ണ് ഇതിനായിട്ട് വിളിക്കും. അല്ല വേണ്ട, പൈസ ഞാൻ തരാം. അത് വേണ്ട. നിങ്ങള് മറ്റേ മുട്ടായി കൊടുക്കാൻ പോണില്ലേ, അതിന്റെ ചെലവ് ഷെഫീക്കാക്ക് എടുക്കും. എന്നാ അതിലുള്ള ഫോണ് ഷെഫീക്കാക്കാൻ സ്പോൺസർ. മൂപ്പരാ എന്തിനാ എന്നെ ഇങ്ങനെ ഫോക്കസ് ചെയ്ത്? എന്തിനാ എന്നെ കാര്യമാക്കണേ? ഒരു കാര്യം പറഞ്ഞാ, എന്തോ ആയിക്കോട്ടെ ഫോൺ മേടിച്ചു കൊടുക്കണം, എനിക്ക് സെയിൽ കിട്ടിയാൽ മതി, അത്രേ ഉള്ളൂ. ഞാൻ മേടിച്ചു കൊടുത്താലും കേട്ട് പണ്ടേ കേട്ടോ. അതാ ഇനിയിപ്പോ എല്ലാരും നോക്കി. എല്ലാരും ഇറങ്ങിവാ. സാംസങ്ങിന്റെ ഉപമ വണ്ടി നമ്പർ ഒക്കെ നോക്കി RTO ഷെഫീഖ. അഡ്രസ് പറഞ്ഞു. ഇതാണ് ആ നമ്പർ കേട്ടോ. ഇതാണ് നമ്പർ. ഓട്ടമുള്ള ആൾക്കാരൊക്കെ ഇതിൽ വിളിക്കാട്ടോ. 96 56 40 27 75. പിന്നെ അതുപോലെ തന്നെ പെൺകുട്ടികളും കുട്ടികളും ശക്തമായി നോക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഓനെ കെട്ടിക്കണം. അത്രേ ഉള്ളൂ. ഞാൻ കെട്ടിയാറുണ്ട് അവൻ്റെ പ്രശ്നം. ഈ പഠിക്കണ്ടാവൂലേ?
കുഴപ്പമില്ല. മക്രോണി വെസ്റ്റ് ഞാൻ വിജയിക്കും. ഇഡ്ലിയോ ഒന്നും കൊണ്ട് തരുമോ? ഒന്ന് കാണിക്കാനോ? വട, പൂരി, പൊങ്കൽ, ദോശ, ചിക്കൻ ഇഡ്ലി. പൈസ അങ്ങനല്ല. സാംസങ്ങിത്തെ ഞാൻ കൊടുക്കാന്ന് പറഞ്ഞ പൈസ ഷെഫീഖാക്കാക്ക് 500 ഞാൻ കൊടുത്തു. അയ്യോ അതല്ല കൊടുത്തത് പിന്നെ എങ്ങനെ വാങ്ങുക? കൊടുത്ത അത് മോശാ. സ്നേഹത്തോടെ ഒരാള് എന്തിനായിട്ടുള്ള കട കയറി വന്ന് ചെലവും കൂടി സ്നേഹത്തോടെ അല്ല ഇപ്പൊ എടുക്കണ്ടെങ്കിൽ ഇതെടുത്തിട്ട് കാര്യമില്ല. ഇതിനടുത്ത് കാര്യമില്ല. ഗായ്സ് കുടുങ്ങി. സ്റ്റെപ്പിനടക്കല്ലേ? അപ്പൊ ആർക്കൊന്നും പറ്റിയില്ല, പേടിക്കൊന്നും വേണ്ട. ഒച്ച മാത്രമേ ഉള്ളൂ. ഞാൻ ചൊല്ലിയാണോ? ദിസ് ഈസ് അശ്വിനി. അശ്വിനിന്റെ ഒരു കാര്യം പറയാനുണ്ട്. ദിസ് ഈസ് ചൊല്ലിയാണോ? അവിടെ എവിടെ വഴങ്ങി അവളെ വഴങ്ങി. ശ്യാമേട്ടനൊരു പുരസ്കാരം കൊടുക്കണം. എന്താണോ ഇന്നലെ താമരശ്ശേരി വരെ ആ മഴയിൽ ഡെഡിക്കേഷൻ. എവിടെ വീട് കള്ളാടി റിസ്കി ചോട്ടാണോ? രാത്രി എങ്ങനെ അവിടെ എത്തില്ലേ? താഴെ പറയുന്ന നമ്പറിൽ ശ്യാമിനും നമ്മളൊരു പെണ്ണ് നോക്കണ്ടേ, സുന്ദരി ആയിരിക്കണം. അതാണ് ശ്യാമിന്റെ ഏക ഇത്. പിന്നെ എന്താ വേണ്ടത്? ശ്യാമിന്റെ ഫോൺ നമ്പർ 96 45 45 55 55 59 842. ശ്യാം മേപ്പാടിയാണ് വീട്. പിന്നെ വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിലെ അച്ഛനമ്മ, അനിയൻ. അനിയൻ എത്ര വയസ്സായി? അനിയന് ഇപ്പൊ +2 കഴിഞ്ഞ് കോളേജ്. വണ്ടി എന്റെ വർക്ക് കേരളത്തിൽ നിന്ന് മാത്രമല്ല, വയനാട്ടിൽ അശ്വിനിക്ക് നല്ലൊരു ബോയ് ഫ്രണ്ടിനെ തേടിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ പെട്ടെന്ന് അശ്വിനി പോവേ. അശ്വിനിക്ക് വേറൊരു ലവർ ഉണ്ടായിരുന്നു. വേറെ ആരും നോക്കണ്ട, ഞാൻ ഫുള്ളി ബുക്ക്ഡ് ആണ്. കല്യാണം മുടക്കാണല്ലോ മനുഷ്യ. ചെങ്ങായി കല്യാണം കഴിച്ചിട്ട് കുട്ടികളെ 3 ഒരുമാതിരി കാണിച്ചു കൊടുക്ക്. അയ്യോ ഷെഫീഖ് ബ്രോ സൈലന്റ് ആയിട്ടിരിക്കണം. എല്ലാവരുടെ കല്യാണം നമ്മൾ നോക്കുന്നതായിരിക്കും. അല്ല, ഈ കല്യാണമൊക്കെ പറഞ്ഞ സത്യമാണ് കേട്ടോ. രണ്ടാക്കും ഞങ്ങൾ കല്യാണം ഓക്ക് വേണ്ട. അവള് വയകായിട്ട് ഒരു ചെക്കൻ നോക്കണം. എന്നാലും അശ്വിനി അവിടെ എല്ലാം കഴിഞ്ഞ് പുരയിലെത്തിക്കുകയാണ്.
ക്ഷീണാണ് വയ്യ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഒക്കെയാണ്. ബൈ ബൈ.